ഹലോ, വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാ നമുക്ക് ലൈനിങ് ഇല്ല, അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഇതുപോലെ സെയിം ആയിട്ട് ഒരു പീസിനെ കൂടെ ഇതിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിനെ നല്ല വശത്ത് നിന്നും ചീത്ത വശത്തോട്ട് ഈ പീസിനെ അടിച്ചു മുറിക്കണം. അപ്പൊ ഇതിനെ മേലെ വെക്കണം. ഇതിനെ അടിച്ചു മുറിച്ച് വരുമ്പോൾ നല്ല വശം വരണം. അപ്പൊ ഇങ്ങനെ വെച്ചു കൊടുക്കുക. നല്ല വശം ഇവിടെ വെച്ചു കൊടുത്തിട്ട് മേലെ ഭാഗം ലൈനിങ് ഇല്ല ഇതിന്. അപ്പൊ ലൈനിങ് പകരം കൂടെ ആയി വരും. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മേലെ ഭാഗം റിഗാളിന്റെ അവിടുന്ന് ശ്രദ്ധിക്കുക. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സെയിം നമ്മൾ ആ ഷേപ്പ് തന്നെ അടിച്ചെടുക്കുക. ഒരേ തുമ്പില് അടിക്കുക. ഇനി ഇതിനെ തുമ്പൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി കൊടുത്തിട്ട് ഇവിടെ ഒരു ചെറിയ ഷേപ്പിലൊക്കെ ചെറിയ വെട്ടൊക്കെ കൊടുക്കുക. ചെറിയൊരു വെട്ടിട്ട് കൊടുക്കുക. അപ്പം മുറിഞ്ഞ് കിട്ടുമ്പോൾ നല്ല ഫിനിഷിങ് നിൽക്കും. അതിനാണ് വെട്ടിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനെ അടിച്ചു മുറിക്കുക. പോയിന്റൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. കത്രികയിട്ട് പോയിന്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, തുണി കീറാതെ ശ്രദ്ധിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ പീസ്. നല്ല വശം മേലോട്ട് ആക്കിയിട്ട് ആ സ്റ്റിച്ചിങ്ങിന്റെ അതേ ഷേപ്പിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ സ്റ്റിച്ചിങ്ങിന്റെ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞു, ഇത് ടൈം എടുക്കും. നല്ല ക്ഷമ വേണം കണ്ടിരിക്കാൻ. കണ്ടിട്ട് മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്കും കണ്ടു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യുക. ചെയ്യുന്നത് വൃത്തിയായിട്ട് ചെയ്യുക. അതിനാണ് ടൈം എടുക്കുന്നു വരുന്നത്. ഇതുപോലെ വൃത്തിക്ക് ചെയ്തെടുക്കുക. രണ്ട് ഭാഗം ഷേപ്പിന്റെ അവിടെയൊക്കെ ഒരേപോലെ വരണം. ഇനി ഇതിന് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതിന് മൊത്തത്തിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടെ ചുഴിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ ഒന്ന് നിർത്തി ലെവലാക്കിയിട്ട് കൊടുക്കുക. അപ്പൊ ഏകദേശം നമ്മളെ സ്ട്രാപ്പിന്റെ മാർക്കിങ് ഇതുപോലെ തന്നെ ഭാഗത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ സ്ലീവ് വരില്ല, ഷോൾഡർ വരില്ല. ഇതിന് ഷോൾഡറിന് പകരം സ്ട്രാപ്പാണ് വരുന്നത്. അത് നമ്മൾ അവിടെ തയ്ച്ചു വെച്ചിരുന്നു നേരത്തെ. ഇനി അതിനെ നമ്മളിങ്ങനെ ഇരിക്കുക. തുമ്പൊക്കെ ഒന്ന് ലെവലാക്കി ഒരു 1/2 ഇഞ്ച് തുമ്പ് കണക്കാക്കിയിട്ട് ഉള്ളിലോട്ട് 2 സ്റ്റിച്ച് ഇടുക. അത് തുമ്പ് ഇവിടെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്
ഇപ്പൊ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെയല്ല വേണ്ടത്. ഇത് അടിച്ചു മറിക്കും മുമ്പ് ഉള്ളിൽ കൊടുക്കണം. ഉള്ളിലേക്ക് പോകണം തുമ്പ്. ഇതിപ്പോ നമ്മൾ തുമ്പ് പുറത്താണ് എങ്കിലും അറിയില്ല. പക്ഷെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് കണ്ടോ. സ്ട്രാപ്പ് ഒരു വർഷം സ്ട്രാപ്പ് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു വർഷം സ്ട്രാപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്ന ഗൗണുകളുണ്ട്. ഇവിടെ ഫ്രീ ആയി കിടക്കും. അങ്ങനത്തെ ഗൗണുകളൊക്കെ ഉണ്ട്. അത് ഒരു വീഡിയോയിലൂടെ അതിന്റെ സ്റ്റിച്ചിങ് കാണിച്ചു തരാം, അതിന്റെ കട്ടിങ് കാണിച്ചു തരാം. ഇതിപ്പോ നമ്മള് സ്ട്രാപ്പ് വരുന്നുണ്ട്. അപ്പൊ ആ സ്ട്രാപ്പിനെ ഇവിടെ നമുക്കൊരു 4 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്.